അപ്പോൾ നാളെ മോക്ക് ഡ്രില്ലുണ്ട്. നാളത്തെ മോക്ക് ഡ്രില്ല് എല്ലാ ജില്ലാ ആസ്ഥാനത്തും മോക്ക് ഡ്രില്ലുണ്ട്. എന്തൊക്കെയാണ് മോക്ക് ഡ്രില്ലിലൂടെ നാളെ നടക്കാൻ പോകുന്നത്? ഒരു എക്സ്പ്ലെയിനറുമായി നമുക്ക് വിശദീകരണം നൽകാൻ പ്രജിൻ സി കണ്ണൻ എത്തുന്നു. ഓവർ ടു പ്രജിൻ സി കണ്ണൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ യുദ്ധസജ്ജമായി ഇന്ത്യ. യുദ്ധമുണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെ മുൻകരുതൽ ജനം സ്വീകരിക്കണം എന്ന് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് നാളെ രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് മുമ്പായിരുന്നു മോക്ക് ഡ്രിൽ നടത്തിയത്. നാളെ വൈകിട്ട് 4 മണിക്കാണ് മോക്ക് ഡ്രിൽ. എന്താണ് മോക്ക് ഡ്രിൽ എന്നും പൊതുജനങ്ങൾ എന്തു ചെയ്യണമെന്നും വിശദമായി അറിയാം. ആക്രമണമുണ്ടായാൽ സ്വയം സുരക്ഷ ഉറപ്പാക്കാനുള്ള ബോധവൽക്കരണമാണ് മോക്ക് ഡ്രില്ലിലൂടെ ഉദ്ദേശിക്കുന്നത്. ആംബുലൻസുകളും ആശുപത്രികളും സജ്ജമാക്കും. അതത് ജില്ലകളിലെ കളക്ടർമാരും ജില്ലാ ഫയർ ഓഫീസർമാരുമാണ് മോക്ക് ഡ്രില്ലിന് നേതൃത്വം നൽകുന്നത്. ഇനി എങ്ങനെയാണ് മോക്ക് ഡ്രിൽ നടക്കാൻ പോകുന്നത് എന്നുകൂടി നോക്കാം. പൊതുസ്ഥലങ്ങളിൽ ആദ്യം എമർജൻസി സൈറൺ മുഴങ്ങും. ശത്രുരാജ്യം വ്യോമാക്രമണം നടത്താൻ ശ്രമിച്ചാൽ നൽകുന്ന മുന്നറിയിപ്പ് സംവിധാനമാണിത്. എയർ റെയ്ഡ് വാർണിംഗ് സൈറൺ എന്നാണ് പറയുക. യുക്രൈൻ, റഷ്യ, ഇസ്രയേൽ, പലസ്തീൻ യുദ്ധസമയങ്ങളിൽ ഒക്കെ ജനങ്ങളെ സൈറൺ നൽകി വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകുന്ന കാഴ്ചയൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. സ്ഥിരമായി യുദ്ധമുണ്ടാകുന്ന ഇടങ്ങളിൽ ബങ്കറുകളിലേക്കാണ് സുരക്ഷയ്ക്കായി ജനങ്ങൾ മാറുക. നാളെ മോക്ക് ഡ്രില്ലിൽ സൈറൺ കേൾക്കുമ്പോൾ ജനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്നാണ് നിർദ്ദേശം. വലിയ കെട്ടിടങ്ങളുടെ മുകളിൽ ഉള്ളവർ ഉൾപ്പെടെ ബേസ്മെന്റ് പാർക്കിംഗ് സ്ഥലങ്ങളിലേക്ക് മാറണം. പാർക്ക് പോലുള്ള പൊതു ഇടങ്ങളിൽ നിൽക്കാൻ പാടില്ല. ജനങ്ങളെ സഹായിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുമുണ്ടാകും. മോക്ക് ഡ്രില്ലിൽ പൗരന്മാർ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ യുദ്ധസമയത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചേക്കാം. ഇതിൽ പ്രധാനമാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക എന്നത്. കുറച്ചു നേരത്തേക്കെങ്കിലും വൈദ്യുതി ബന്ധത്തിൽ തകരാറുണ്ടായേക്കാം. ഫോൺ സിഗ്നലുകൾക്കും ഈ ഘട്ടത്തിൽ തകരാർ സംഭവിച്ചേക്കാം. ഭാവിയിൽ ആക്രമണം ഉണ്ടായാൽ ജനങ്ങൾ ആശങ്കപ്പെടാതെ മോക്ക് ഡ്രിൽ പറയുന്നത് പോലെ പ്രവർത്തിക്കണം. നാളെ വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന മോക്ക് ഡ്രിൽ പൊതുജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു പ്രജിൻ സി കണ്ണൻ.